ബി.ജെ.പിക്കെതിരെ പരോക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ മുഖപത്രം ദീപിക. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന് മുഖപ്രസംഗം. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയതയെയും എതിർത്തിട്ടുള്ളവരാണ് കത്തോലിക്ക സഭയെന്നും ലേഖനത്തിൽ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, എന്താണ് ലേഖനത്തിന്റെ ഉള്ളടക്കം? അതിൽ ബി.ജെ.പി വിമർശനം എവിടെയാണുള്ളത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നിലവിൽ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെയാണ് തുടർച്ചയായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക ഈ ലേഖനങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് ആദ്യത്തേതല്ല, ഇത് തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ BJP വിമർശനമുണ്ട്. അതിൽ പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുത് എന്ന പേരിലാണ് നിലവിലിപ്പോൾ ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രധാനമായും BJP പരോക്ഷ വിമർശനം BJPക്കെതിരെ ഉണ്ടെങ്കിലും അത് അവരുടെ സഭയിലെ തന്നെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ട എന്നാണ് ദീപിക ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ലവ് ജിഹാദ് വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ച് കേരള സ്റ്റോറി സഭയുടെ പല സ്ഥലങ്ങളിലും പ്രദർശനം നടക്കുന്നുണ്ട്. ഇതിനെ മുതലെടുക്കാൻ ആരും ശ്രമം നടത്തേണ്ട എന്ന തരത്തിലാണ് ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ലേഖനമായി പുറത്തു വന്നിട്ടുള്ളത്. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയതയെയും അഹിംസാ മാർഗത്തിലൂടെ എതിർത്തിട്ടുള്ളവരാണ് കത്തോലിക്ക സഭയെന്ന് പറയുന്നു. സ്വന്തം മതമൗലികവാദത്തെ ഓമനിച്ച് വളർത്തി മറ്റുള്ളവയെ പ്രതിരോധിക്കാനിറങ്ങുന്ന കാപട്യത്തെ കേരളം ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നത്. മണിപ്പൂർ വിഷയമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത് പത്രത്തിൽ. സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരായി കണക്കാക്കുന്ന മതേതര ജനാധിപത്യത്തെ മതവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്ന് പറയുന്നു. തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് പത്രം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ തീരുമാനമെടുക്കാൻ കേരളത്തിന് കഴിയണം. രാജ്യത്തെ അഴിമതിയും തൊഴിലില്ലായ്മയും അടക്കമുള്ള പ്രശ്നങ്ങൾ മറക്കാൻ ഒറ്റമൂലിയായി മതത്തെ ഉപയോഗിക്കുന്നു എന്നാണ് ഈ വിമർശനത്തിൽ പറയുന്നത്. അത് BJPയെ പരോക്ഷമായി വിമർശിക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും തന്നെയല്ല. ക്രൈസ്തവരെ രക്ഷിക്കാനെന്ന പേരിൽ മറ്റു മതസ്ഥരെ അവഹേളിക്കുന്ന ക്രൈസ്തവ നാമധാരികൾ തോളിലിരുന്ന് ചെവി തിന്നുന്നു എന്ന് പറയുന്നത് കാസ പോലെയുള്ള സംഘടനകളെയാണ്. അത് ഈ ക്രിസ്ത്യൻ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള കാസ പോലെയുള്ള സംഘടനകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും സംശയിക്കേണ്ട. സ്വന്തം മതത്തിലെ തീവ്രവാദ കൂട്ടങ്ങളെ തള്ളിപ്പറയുന്നതായും ദീപിക വ്യക്തമാക്കുന്നു. കാസയ്ക്കും BJPക്കും ഒരുപോലെ പരോക്ഷ വിമർശനം നൽകുന്നതാണ് ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ദീപിക ലേഖനം. ശരി.